ചിക്കൻ കഴുകി തോരാൻ വെച്ചിട്ട് മിക്സിയുടെ മീഡിയം ജാറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ പെപ്പർ കോൺസും കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കാം. കൈകൊണ്ട് ഇളക്കി കൊടുത്തൊന്നും കൂടി അടിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ അത് പരത്തി വെച്ചിട്ട് പെപ്പർ എന്തെങ്കിലും അരയാനുണ്ടെങ്കിൽ അതെടുത്ത് കളയാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്കൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ചിക്കനും പെപ്പർ കോൺസും കൂടെ അരച്ചത് 1 കപ്പും 1 ടേബിൾ സ്പൂണുമാണ് കിട്ടിയേക്കുന്നത്. അത് ഇതിൻ്റെ കൂടെ ഇട്ട് എല്ലാം കൂടെ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്കവിടെ വെക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ നമുക്ക് ചിക്കൻ്റെ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. 10 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഗ്യാസ് മീഡിയത്തിൽ വെക്കുക. ആകുമ്പോൾ നമുക്ക് ഗ്യാസ് നിർത്താം. ഒണിയൻ പേസ്റ്റിന് വേണ്ടി 2 മീഡിയം സവാള തൊലി കളഞ്ഞ് അരിഞ്ഞ് വെക്കുക. അതിൻ്റെ കൂടെ 3 ചെറിയ പച്ചമുളകും കൂടി എടുത്ത് വെക്കുക. ആ വറുത്ത എണ്ണ തന്നെ 3 ടേബിൾ സ്പൂണ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച 2 മീഡിയം സവാളയും 3 ചെറിയ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് 20 കാഷ്യൂനട്ട് ഇട്ട് കൊടുത്ത് ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ആ വറുത്ത എണ്ണയുടെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് 2 ഏലയ്ക്ക, 6 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ടീസ്പൂൺ മുഴുവൻ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒണിയൻ പേസ്റ്റ് അരച്ചതും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് 1 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ ബോൾസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്ത് ഗ്യാസ് ഏറ്റവും കുറച്ച് വെക്കണം. 1 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കാം. ഗ്യാസ് ഇപ്പോഴും ഏറ്റവും കുറച്ചാണ് വെച്ചേക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അരച്ചപ്പോൾ 1/2 കപ്പ് വെള്ളം മിക്സിയിൽ ഒഴിച്ചു കൊടുത്തായിരുന്നു. ഇപ്പോൾ ഇതിലും 1/2 കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ മൊത്തം 1 കപ്പ് വെള്ളം നമ്മളിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇളക്കി കൊടുത്ത് ഗ്യാസ് ഇനി നമുക്കൊന്ന് കൂട്ടി വെക്കാം. കൂട്ടി വെച്ച് തിളച്ച് കഴിയുമ്പോൾ ഗ്യാസ് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു കഴിഞ്ഞ് തുറന്ന് നോക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് നിർത്തി മല്ലിയില ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം.